ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മത്തി, നമ്മുടെ ചാള. അത് വറക്കാൻ പോവുക. അതിനുള്ള മസാല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുരുമുളകും മഞ്ഞളും മുളകും ഉപ്പും കൂടി ചേർത്ത് അതിനെ നന്നായി കുഴച്ച് പേരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ചാള കൊണ്ടൊരു കറി ഉണ്ടാക്കാം. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും ഇട്ടു. സോറി കേട്ടോ, വെളുത്തുള്ളി ഞാൻ ചേർക്കാറില്ല, വെളുത്തുള്ളിയല്ല, ഇഞ്ചി, ഉള്ളി, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില അതിട്ടു. അതൊന്ന് വഴന്ന് വന്നപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് വഴന്ന് വന്നപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരിയാണ്, 2.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മെല്ലെ വഴന്ന് വരുമ്പോൾ കുറച്ച് തേങ്ങ അരച്ചതും കൂടി ഇട്ട് കൊടുക്കും ഞാൻ. കാരണം എൻ്റെ ഇങ്ങനെയുള്ള ചെറിയ മീൻ വയ്ക്കുന്ന മിക്ക കറികളും ഇങ്ങനെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആ അരപ്പൊന്ന് മൂപ്പിച്ചിട്ട് ഇങ്ങനെ ആ തേങ്ങയുടെ അരപ്പും കൂടി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്നു. ചെറുതായിട്ട് മൂത്താൽ മതി. പുളി ഇട്ട് കൊടുത്തു. ഉപ്പ് ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. ഇനി പാകമല്ലാത്ത ഉപ്പ് നമ്മളിടണം. അതിലേക്ക് നമുക്ക് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ മീൻ പെറുക്കി അതിൽ ആ ഗ്രേവിക്കകത്തേക്ക് മുങ്ങാൻ പാകത്തിനൊന്ന് ഇട്ട് വയ്ക്കണം. ആ സമയത്ത് നമുക്കിവിടെ മീൻ വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 കറിവേപ്പില വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ അവിടെ ഇരുന്ന് മെല്ലെ വറങ്ങട്ടെ. ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. വലിയ തീയിൽ വെച്ച് മീൻ കറിയുടെ അരപ്പ് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ആ അരപ്പൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് മീൻ പെറുക്കിയിടാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതൊരു ടേസ്റ്റി കറി തന്നെയാണ്. നല്ല സ്മെല്ലാണ് ഇപ്പം വരുന്നത്. നല്ല കൊതിപ്പിക്കുന്ന മണം വരും അത് തിളയ്ക്കുമ്പോൾ, ആ അരപ്പ് തിളയ്ക്കുമ്പോൾ തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തേക്ക് ആ മീനും കൂടി ഇട്ട് കൊടുത്തൊന്ന് ആ ഗ്രേവിയിലേക്ക് ആ മീനിനെ താത്തി വെച്ചിട്ട് 1-2 തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കയ്യിലിടരുത്, ചുറ്റിച്ച് വയ്ക്കണം. ഒന്ന് ചുറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. ചുറ്റിച്ച് വെച്ചിട്ട് ഞാൻ വെള്ളം വറ്റി കഴിഞ്ഞപ്പോൾ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ കറി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം.